ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ കുടിച്ചതിന്റെ ബാക്കി ആയതുകൊണ്ടാവും. താങ്ക് യു. അപ്പൊ ശരി. നിന്നെ എന്റെ മുമ്പിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ ചിലർ ശ്രമിക്കുന്ന പോലെ. അത് ഇവിടെയുള്ളവരുടെ മനമാറ്റം ആയിരിക്കില്ല, മനസ്സ് മാറ്റിയെടുക്കാനുള്ള തന്റെ മിടുക്കായിരിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല വരുൺ. ഒന്നും ചെയ്തിട്ടില്ല. രാധയെ അപകടപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോഴും മറുപടി ഇത് തന്നെയായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? എടി, ഓർമ്മയുണ്ടോന്ന്? കോടതിയിൽ അവള് തന്നെ വരേണ്ടി വന്നു നിന്നെ രക്ഷിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്ന എന്നെ. എന്നിട്ട് തിരിച്ചെത്തിയതോ രാധയുടെ കാല് പിടിച്ചു. ഏതെങ്കിലും വിധത്തിൽ കണിമംഗലത്ത് തിരിച്ചെത്തണമെന്ന് പറഞ്ഞ് ആ പാവം അതിനുവേണ്ടി പണിയെടുത്തു. അതിന്റെ പേരിലെത്താൻ വീണ്ടും ഈ കണിമംഗലത്തേക്ക് കാലുകുത്തിയത്. അടങ്ങി ഒതുങ്ങിയൊരു മൂല കഴിഞ്ഞോണം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഈ ഭാര്യയായിട്ടുള്ള ഈ വേഷം കെട്ടലുണ്ടല്ലോ, സ്നേഹിച്ചുകൊണ്ടുള്ള വേഷം കെട്ടല്, അതിന് എന്റെ മുമ്പിൽ എങ്ങാനും പ്രദർശിപ്പിച്ച എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. വരുൺ, ഇതൊന്ന് കുടിച്ചിട്ട് പോ. വരുൺ, ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അയാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. തന്നെ ഇപ്പൊ ആരെ ഉപദേശിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഈ ജീവിതത്തിൽ താൻ ഒരിക്കലും നേരെയാവില്ലെന്ന് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞ താൻ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടല്ലോ, അത് കഴിക്കാൻ പോലും എനിക്ക് പേടിയാ. കാരണം കൊല്ലാൻ അറിയുന്നവളല്ലേ. എന്നെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? നല്ല സ്വാദ്. താൻ കുടിച്ചതിന്റെ ബാക്കി ആയതുകൊണ്ടാവും. താങ്ക് യു. അപ്പൊ ശരി. പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലല്ലേ? എന്തിനോട് ഇങ്ങനെ ജീവിക്കുന്നേ? തെരുവിൽ സ്വയം വിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇതിനേക്കാളും അന്തസ്സും മാന്യതയുണ്ട്.
നടന്ന എന്താ നമ്മ കണ്ടതല്ലേ? ഞാൻ ഇക്കാര്യത്തിൽ എന്ത് തെറ്റിയിരുന്ന? ഓ, നിന്റെ പറച്ചിൽ കേട്ടാ എന്താ തോന്നുന്നറിയോ? നീ പാവത്തിനെ പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു, വരുൺ കരുതിക്കൂട്ടി നിന്റെ അടുത്ത് വരുന്നു, നിന്നെ കയറി പിടിക്കുന്നു എന്നൊക്കെയല്ലേ? അതാണോ സത്യം? അവനെ ഒരാൺകുട്ടിയാ. എന്തിനും തയ്യാറായി നീ ഇവിടെ നിൽക്കുമ്പോ അവൻ ചിലപ്പോ നോക്കിയെന്നും തൊട്ടൂന്നും ഒക്കെ വരും. അത് നിന്റെ കഴിവായിട്ട് നീ കാണരുത്. വേണ്ട, നിന്റെ കരച്ചിലേ എന്നെ കാണിക്കണ്ട. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രിയങ്കയും വരുണും തമ്മിലുള്ള പ്രശ്നം ഇന്ന് തന്നെ തീരണം. അത് ചെയ്യേണ്ടത് നീയാ. ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഇന്നു മുതൽ ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ അവർ ജീവിച്ചു തുടങ്ങണം. അവരെ ശല്യപ്പെടുത്താൻ അവർക്ക് ചുറ്റും നീ ഉണ്ടാവരുത്. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അവരുടെ ആദ്യ രാത്രി നടന്നിട്ടില്ല. അതിനുള്ള മുഹൂർത്തം ഇന്ന. അത് കഴിഞ്ഞാൽ നീ പൊയ്ക്കൊള്ളണം. ആറ്റുവാശ്ശേരിയിലേക്കോ അതിലും ദൂരത്തേക്കോ എങ്ങോട്ടെങ്കിലും. ഒരർത്ഥത്തിൽ നീയൊക്കെ അങ്ങനെ പോകുന്ന നല്ലത്. അമ്മേ, അമ്മ എന്നെ ശപിക്കല്ലേ. ശാപം കിട്ടാതിരിക്കണമെങ്കിൽ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിനക്ക് നന്മയുള്ളവളെന്ന് അഭിനയിക്കാനേ പറ്റൂ. നിന്റെ മനസ്സ് മുഴുവനും തിന്മയാ. ആർക്കും നീ പിടികൊടുക്കില്ലല്ലോ. അതുകൊണ്ടാ മറ്റുള്ളവർ അറിയാൻ വൈകുന്നത്. എന്റെ മകന്റെ ജീവിതം എനിക്ക് വലുതാ. നിനക്ക് തട്ടിക്കളയാനുള്ളതല്ലത്.